പല ആളുകളും അതിൽ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വലിയ ധൈര്യം തന്നെ. അങ്ങനെയുള്ള കുറേ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ധൈര്യമില്ലാത്ത മണ്ടന്മാർ വല്ലതും കഴിച്ചു പോകുന്നത്. എനിക്ക് ഈ പരീക്ഷണ കർഷകൻ അയ്യൂബ് തോട്ടോളി എന്ന് പറഞ്ഞ ആളെ കണ്ടപ്പോൾ അയാൾ നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്. നാട്ടുകാർ നമ്മുടെ നാട്ടിലേക്കാണ് ഇവന് വേറെ വല്ല പണിയുണ്ടോ, ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ, ബുദ്ധിശൂന്യത, 2 മക്കളും ഒക്കെ ഉണ്ട് എന്ന് പറയും. നമ്മൾ അയാളെ ചീത്ത പറയും. അയാൾ പക്ഷേ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തതാണ് എനിക്ക് മറ്റ് തൊഴിലിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി എൻ്റെ കുടുംബം പുലർത്താനും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വയനാടെന്ന് പറയുമ്പോൾ വയലുകളുടെ നാടാണല്ലോ. അപ്പോൾ അവിടുത്തെ കൃഷിയല്ലാതെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി അവിടെ തന്നെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് കുരുമുളകും ഏലവും കാപ്പിക്കുമൊക്കെ നല്ല വിലയുള്ള കാലമാണ്. അതുകൂടെ അറിയണം. ഇപ്പോൾ ഇന്നലത്തെ പേപ്പറിലും വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അയ്യൂബിനൊക്കെ കുറച്ചുകൂടെ സന്തോഷമായിട്ട് ഇനി വീണ്ടും ഇത് തുടരാം, ഇതൊന്ന് കുറയാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇച്ചിരി കുരുമുളകും കാപ്പിയൊക്കെ എനിക്കുണ്ട്. ചെറുകരയിലെ ഇബ്രാഹിം ഹാജി എന്ന പരമ്പരാഗത കൃഷിക്കാരൻ്റെ മകനാണ് അയ്യൂബ്. ധനതത്വശാസ്ത്ര ബിരുദധാരി. പഠിച്ചിറങ്ങിയതിന് പിന്നാലെ ഒരു കയറ്റുമതി കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജരായി ജോലി. ബികോം ബിരുദധാരിയായ ജീവിത പങ്കാളിക്കും അതേ സ്ഥാപനത്തിൽ ജോലി. പക്ഷെ തിളങ്ങുന്ന ആ ജോലി 20 കൊല്ലം മുമ്പ് വലിച്ചെറിഞ്ഞു അയ്യൂബും സാബിറയും. അയ്യൂബിന് അന്ന് 34 വയസ്സ്. കുടുംബസ്വത്തായ 1 ഏക്കർ 60 സെന്റിൽ അവരുടെ കൃഷി തുടങ്ങി. ആദ്യം പച്ചക്കറി, പിന്നെ പഴവർഗ്ഗങ്ങൾ, കോഴി, താറാവ്, മത്സ്യം എന്നിങ്ങനെ മുന്നേറി. ഇപ്പോൾ പാട്ടത്തിനെടുത്തതടക്കം 13 ഏക്കറിൽ കൃഷി. മുളയാണ് വ്യത്യസ്ത വിള. മുള വളർത്തി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വിൽക്കുന്നു. 350 മുളങ്കൂട്ടങ്ങളുണ്ട്. അലങ്കാര മുളകൾ വേറെയും. അയ്യൂബ് ഇന്ന് കർഷകരുടെ വഴികാട്ടി. പുതുരീതികൾ പഠിക്കാൻ അയ്യൂബിന്റെ തോട്ടം തേടി കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് 1000ഓളം കർഷകർ. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫലം കിട്ടുന്ന വിളകൾ കൃഷി ചെയ്താൽ പോരാ, എപ്പോഴും വിള കിട്ടുന്ന വിളകൾ കൃഷി ചെയ്യൂ എന്നത് അയ്യൂബിന്റെ കാർഷിക മുദ്രാവാക്യം. നാട്ടറിവിന്റെയും പഠിച്ചറിവിന്റെയും ഏകോപനമാണ് അയ്യൂബ്. ഞങ്ങൾ ആദരിക്കുന്നു കോളേജിൽ പഠിച്ചാൽ മണ്ണിലിറങ്ങരുത് എന്ന നഗര മാന്യതാ ബോധത്തെ തിരുത്തിയ ഈ കർഷകപുത്രരെ. വാണിജ്യ വിളയായി കർഷകർ കാണാത്ത മുള പോലും പൊന്നിൻ വിളയാക്കിയ ഈ കർഷക പ്രതിഭയെ. സർവോപരി ആഗോള വിജയ മാതൃകകളെ കേരളത്തിൽ പകർത്തി വിജയിപ്പിച്ച കുരുമുളക് കൃഷിയിലെ ഈ വിപ്ലവകാരിയെ. മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള 2024 കതിർ പുരസ്കാരം തോട്ടോളി അയ്യൂബിന്.